നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ തയ്യാറാകുന്നില്ലെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. പോത്താനിക്കാട്, ആവോലി, മഞ്ഞള്ളൂർ, മാറാടി പഞ്ചായത്തുകളിൽ ജലക്ഷാമം മൂലം സാധാരണക്കാർ പ്രയാസപ്പെടുകയാണ്. എന്നാൽ പ്രശ്നപരിഹാരം കാണുന്നതിന് MLAയോ MP യോ നഗരസഭാ ചെയർമാനോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ തയ്യാറാകുന്നില്ലെന്നും ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ലാതെ പാതിവഴിയിലാണെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഈ മാർച്ച് മാസം അവസാന വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ മിക്കവാറും എല്ലായിടങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്തും കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മൂവാറ്റുപുഴയെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനും അതോടൊപ്പം MP യും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം നഗരസഭയുടെ ചെയർമാൻ, മറ്റ് ജനപ്രതിനിധികൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ ആവോലി പഞ്ചായത്തിൽ കാവന പ്രദേശത്ത് എലുവിച്ചിറ കോളനി, തണ്ടുംപുറം കോളനി, അതുപോലെ പോത്താനിക്കാട് പഞ്ചായത്തിലെ വാക്കത്തിപ്പാറ, മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്തെ കുന്നപ്പള്ളി മല, ഓലിപ്പാറ എന്നിവിടങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണ്. പായിപ്ര പഞ്ചായത്തിലേക്ക് ചെന്നാലും ഉയർന്ന പ്രദേശങ്ങൾ, ഉദാഹരണം തേരാപ്പാറ പോലുള്ള പ്രദേശം, മാന്നാറി പോലുള്ള പ്രദേശം, മുളവൂർ പ്രദേശം, പായിപ്ര പഞ്ചായത്തിൻ്റെ മുളവൂർ മേഖലകളിൽ ഒക്കെ കുടിവെള്ളക്ഷാമം വലിയ തോതിൽ നിലനിൽക്കുകയാണ്. മഞ്ഞള്ളൂർ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് കദളിക്കാട് ഉൾപ്പെടുന്ന പ്രദേശം, തെക്കുംമല പോലുള്ള പ്രദേശത്ത്, പാണവാറ പോലുള്ള പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നു. ഇവയൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിമർശനം. ജല അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാണ് എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും സംയുക്ത പദ്ധതിയായിട്ടുള്ള ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ല. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ വിവിധ പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൈപ്പിടലുകൾ, ഗ്രാമീണ റോഡുകളിലൊക്കെ പൈപ്പിടുന്ന ജോലി നടന്നു എന്നുള്ളത് ഒഴിച്ചാൽ ജലലഭ്യത ഉറപ്പാക്കാൻ, ജലം ലഭിക്കുമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നതിനോ അല്ലെങ്കിൽ വെള്ളം എവിടെ നിന്നാണോ എടുക്കുക, എവിടെയാണോ പ്ലാന്റ് സ്ഥാപിക്കുക, അവിടുന്ന് വെള്ളം എടുത്താൽ അതിൻ്റെ പമ്പിംഗ് മെയിൻ കൊടുക്കുന്നത് സംബന്ധിച്ച്, ടാങ്കുകളുടെ സംഭരണശേഷിയുടെ വർധനവ്, പുതിയ ടാങ്കുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഫണ്ട് ജലജീവൻ മിഷൻ വഴി ഉപയോഗിക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ ജനങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. പാലക്കുഴ പഞ്ചായത്തിൽ പുതുതായി പണിത മാറിക, തോട്ടക്കര, മൂങ്ങാംകുന്ന്, വടക്കൻ പാലക്കുഴ, പണ്ടപ്പിള്ളി, കൂത്താടുകുളം റോഡുകൾ മുറിച്ചാൽ മാത്രമേ പൈപ്പിടുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ. പൊതുമരാമത്ത് വകുപ്പും ജല അതോറിറ്റിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം നൂറുകണക്കിന് കുടുംബങ്ങളിൽ വെള്ളമെത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും എൽദോ എബ്രഹാം. ആരക്കുഴ, പാലക്കുഴ ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നാബാർഡിൽ നിന്ന് 13.5 കോടി രൂപയുടെ ഒരു പദ്ധതി പണം അനുവദിപ്പിച്ച് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. മാത്രവുമല്ല, പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2017 ബജറ്റിലാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ 2000 വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പൈങ്ങോട്ടൂർ പ്രാദേശിക ഗ്രാമീണ കുടിവെള്ള പദ്ധതി, അതിന് 28 കോടി രൂപ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ചതാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പോഴും കാലതാമസം നേരിടുകയാണ്. പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും ടാങ്കുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് പദ്ധതിക്ക് ബജറ്റിൽ പണം അനുവദിപ്പിച്ച് കിഫ്ബിയിൽ പ്രോജക്റ്റ് കൊടുത്ത് അതിൻ്റെ സാങ്ഷൻ എടുത്ത് ടെൻഡർ ചെയ്തു വെച്ച് വന്ന ഒരു പ്രോജക്റ്റ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള 4 വർഷക്കാലം, ഇപ്പോൾ മാത്യു കുഴൽനാടൻ അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്താണ്, അദ്ദേഹം താല്പര്യം എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൈങ്ങോട്ടൂർ കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള അതിനൊരു തുടർ പ്രവർത്തനം, ഫോളോഅപ്പ് വേണ്ടത്ര ഇല്ല എന്നുള്ളത് ഗൗരവമേറിയ പ്രശ്നമാണ്. അടിയന്തര സാഹചര്യം കണക്കാക്കി പഞ്ചായത്തുകളിൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ ജില്ലാ കളക്ടർ മുൻകൈ എടുക്കണമെന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.
സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.